മാസങ്ങൾക്ക് അകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ പ്രതീക്ഷകൾ ജ്വലിപ്പിക്കുന്ന വിജയമാണ് മഹാരാഷ്ട്രയിലുണ്ടായത്. പാർട്ടികളെ പ്രവൃത്തി നടത്തിയ പരീക്ഷണം പരാജയപ്പെട്ടതോടെ മുന്നോട്ടുള്ള യാത്ര അത്ര എളുപ്പമല്ലെന്ന ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് BJPക്ക് മഹാരാഷ്ട്രയിൽ കിട്ടിയത്. സംസ്ഥാന നേതൃത്വത്തെ അഴിച്ചുപണിയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. സംസ്ഥാനത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് 2 വർഷം മുമ്പ് തന്നെ BJPയുടെ ആഭ്യന്തര സർവേകളിൽ മുന്നറിയിപ്പ് കിട്ടിയതാണ്. പിന്നാലെയാണ് ശിവസേനയിലും NCPയിലും പിളർപ്പുണ്ടായത്. നേതാക്കൾ ഭൂരിഭാഗത്തെയും അടർത്തിയെടുത്തെങ്കിലും വോട്ടർമാരിൽ അത് വിപരീത ഫലമുണ്ടാക്കിയെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. പാർട്ടിയുടെ പേരും ചിഹ്നവും നഷ്ടപ്പെട്ടിട്ടും ഉദ്ധവിനെയും ശരത് പവാറിനെയും അവരുടെ വോട്ട് ബാങ്ക് കൈവിട്ടില്ല. കൂടെ വന്നവർക്കൊപ്പം പ്രതീക്ഷിച്ച അത്ര വോട്ടർമാരില്ലെന്ന് തെളിഞ്ഞതോടെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനായി BJPക്ക് പുതിയ തന്ത്രങ്ങൾ മെനയേണ്ടി വരും. ഉദ്ധവിന് മുന്നിൽ കനത്ത തിരിച്ചടി നേരിട്ട ഷിൻഡേയ്ക്കും ശരത് പവാറിന് മുന്നിൽ ചൂളിപ്പോയ അജിത് പവാറിനും ഇനി വിലപേശൽ ശക്തിയും മുന്നണിയിൽ കുറയും. മുഖ്യമന്ത്രി പദം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ BJP ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. സംസ്ഥാന നേതൃത്വം എടുക്കുന്ന പല തീരുമാനങ്ങളും സമീപകാലത്ത് വിരുദ്ധ ഫലം ചെയ്തതാണ് BJPയുടെ അനുഭവം. 2019 അജിത് പവാറിനൊപ്പം കൂട്ടി നടത്തിയ പരീക്ഷണം പരാജയപ്പെട്ടതും ഇപ്പോഴത്തെ തിരിച്ചടിയുമെല്ലാം ദേശീയ നേതൃത്വത്തിന് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. മറുവശത്ത് കോൺഗ്രസ് ക്യാമ്പിൽ വൻ ആവേശമാണ്. സീറ്റ് വിഭജനത്തിലടക്കം വിജയസാധ്യത മാത്രം പരിഗണിച്ച് വിട്ടുവീഴ്ച ചെയ്ത കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ തന്ത്രങ്ങളാണ് ഫലം കണ്ടത്. ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റിൽ മത്സരിച്ചിട്ടും സമീപകാലത്ത് ഏറ്റവും വലിയ വിജയം നേടാൻ പാർട്ടിയെ സഹായിച്ചതും ഇതാണ്. ഇതേ മുന്നണി ഇതേ കെട്ടുറപ്പ് തുറന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനാകും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. കൂടുതൽ വിശകലനങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വീണ്ടും ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. BJPയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ ഉണ്ടായത് ഭയങ്കര കനത്ത തിരിച്ചടിയാണ്. അവർക്ക് ഏറ്റവും രാത്രി വന്ന ടാലി പരിശോധിച്ചപ്പോൾ 9 സീറ്റുകളിലേക്ക് അവർ ഒതുങ്ങിപ്പോവുകയാണ്. അതായത് 2019 23 സീറ്റിൽ നിന്ന സ്ഥാനത്ത് നിന്നാണ് അവർ 9ലേക്ക് ഒതുങ്ങിപ്പോകുന്നത്. സംസ്ഥാനത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ MPമാരെ അയക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ കോൺഗ്രസ് മാറി എന്നുള്ളത് അവരുടെ ക്ഷീണം അത് വലുതാക്കുന്നുണ്ട്. 13 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നെങ്കിൽ 2019 1 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ കഥ കഴിഞ്ഞു എന്ന് വിലയിരുത്തലുകൾ ഉണ്ടായ സ്ഥലത്ത് നിന്ന് കോൺഗ്രസ് വലിയ ഒരു കുതിച്ചുചാട്ടം ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വിട്ടുവീഴ്ചകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായി. വിജയസാധ്യത മാത്രമാണ് അവർ ഈ സീറ്റ് വിഭജനത്തിലൊക്കെ പരിഗണിച്ചത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. എന്നിട്ട് പോലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസിന് മാറാൻ കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ചിത്രം. BJP ക്യാമ്പിൽ ഈ തിരിച്ചടി ഇനി എങ്ങനെ മറികടക്കും എന്ന കാര്യത്തിൽ തൽക്കാലം വ്യക്തതയില്ല. നേതൃത്വത്തിൽ അഴിച്ചുപണി അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ മാസങ്ങളിലാണ് സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാറുള്ളത്. ആ സമയമാകുമ്പോഴേക്കും ഈ തിരിച്ചടിയിൽ നിന്ന് എങ്ങനെ കരകയറാനാകും എന്നതിന് പുതിയ തന്ത്രങ്ങൾ ഇനിയിപ്പോൾ BJP ആശ്രയിക്കേണ്ടി വരും, തന്ത്രങ്ങൾ മെനയേണ്ടി വരും. RSSന്റെ ഭാഗത്തു നിന്നും BJPക്ക് മുകളിൽ ഇനി സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സമീപകാലത്ത് ഇരുവരും തമ്മിലുള്ള ബന്ധം ഒരല്പം വഷളാണ് എന്ന് തോന്നുന്ന പല പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. JP നദ്ദയുടെ പ്രതികരണം അടക്കം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ RSSന്റെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് കൂടി, നിർദ്ദേശങ്ങൾ കൂടി അനുസരിച്ചാവും ഒരുപക്ഷെ സംസ്ഥാനത്ത് BJPയുടെ പ്രവർത്തനം മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കോൺഗ്രസിനൊപ്പമുള്ള NCP, ശരത് പവാർ വിഭാഗം, ഉദ്ധവ് താക്കറെ ശിവസേന വിഭാഗം ഒക്കെ തന്നെ വലിയ ആവേശമുണ്ട്. മുംബൈയിൽ ഇനി മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി മുംബൈയിലൊരു മേയറില്ല, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് മുംബൈയിലുള്ള ഒരു മേൽക്കോയ്മയാണ് എന്നൊരു ആരോപണമുണ്ട്. അങ്ങനെ ഒരു തോൽവി ഒഴിവാക്കാൻ വേണ്ടി BJP തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്നു എന്നൊരു ആരോപണം അവിടെ നിലനിൽക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കെ പ്രതിപക്ഷ സഖ്യത്തിന് വലിയ ആവേശമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ.